മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നമ്മുടെ കൂട്ടായ പ്രവർത്തനം വഴിയായി അനേക മക്കളിലേക്ക് ഈ ശുശ്രൂഷ കയറി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയാണ്. ഓരോ ദിവസവും വചനമാകുന്ന യേശു നമ്മുടെ ഹൃദയങ്ങളെ തൊട്ട്, വചനമാകുന്ന യേശു കുടുംബങ്ങൾക്ക് കടന്നു വന്ന്, വചനമാകുന്ന യേശു നമ്മുടെ നിയോഗങ്ങൾക്ക് കടന്നു വരുന്ന മഹനീയമായ കാഴ്ചയാണ്, വാർത്തകളാണ് ഓരോരുത്തരും വിളിച്ചറിയിക്കുന്നത്. ഇന്ന് ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന വചനം യോഹന്നാൻ 8:10-11. യേശു നിവർന്നു നിന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. മകളെ, ലോക സുഖങ്ങളിൽ നിന്നും പാപത്തിൻ്റെ മേച്ചിൻപുറങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ഈശോ നമ്മെ ഉപദേശിക്കുകയാണ്. പാപം ആരെയും രക്ഷിച്ചിട്ടില്ല, ലോകം ആരെയും രക്ഷിച്ചിട്ടില്ല, സുഖഭോഗങ്ങൾ ആരെയും രക്ഷിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിന് മാത്രമേ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ സാധിക്കുക. എത്രയോ കുടുംബങ്ങളാണ് ഇനി എന്തു ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ച് നടക്കുന്ന അനേകം കുടുംബങ്ങളുടെ കർത്താവ് പറയുകയാണ്, കാൽവരിയിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ നിന്റെ പാപവും ശാപവും നിനക്ക് പകരമായി ഞാൻ ഏറ്റുവാങ്ങി. നീ പാപത്തിൽ നിന്ന് വിട്ടുമാറി പുണ്യത്തിലേക്ക് തിരിയുക. യേശു കർത്താവ് പരമപരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധനായി തീരാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. പാപത്തെ ദേഷിക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. നീ കൊടിയ മദ്യപാനിയാണോ? കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. വലിയ അഹങ്കാരിയാണോ? കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നീ വലിയ മന്ത്രവാദങ്ങൾ നടത്തുന്നവനാണോ? കർത്താവ് നിന്നെയും സ്നേഹിക്കുന്നു. ക്ഷുദ്രപ്രവൃത്തികൾ ചെയ്യുന്നവനാണോ? കർത്താവ് നിന്നെയും സ്നേഹിക്കുന്നു. 6-ാം പ്രമാണം ലംഘിക്കുന്നവനാണോ? കർത്താവ് നിന്നെയും സ്നേഹിക്കുന്നു. എന്താണ് അവിടെ നമ്മൾ പറയുന്നത്? പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. പശ്ചാത്താപത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ പാപത്തിൻ്റെ വഴികളിൽ നിന്ന് പുണ്യത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുവാൻ ഈശോ നമ്മുടെ കൂടെ വരികയാണ്. ഈശോയുടെ രക്തത്തിന് കഴുകാൻ പറ്റാത്ത പാപക്കറയില്ല. അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, പാപത്തിൽ നിന്ന് പുണ്യജീവിതത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മോട് പറയുന്നു, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, കർത്താവ് എത്രയോ കരുണാമയനാണ്. നമുക്കും നമ്മുടെ പാപപരിഹാരത്തിൻ്റെ ശുശ്രൂഷകളിലേക്ക് കടന്നു വരാം. പാപപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇതാ യേശു നിന്നെ അനുഗ്രഹിച്ച് പാപങ്ങൾ മോചിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.